കൂട്ടക്കൊല ആരോപണം ഉയർന്ന ധർമ്മസ്ഥലയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനെതിരെ ഒരു പരാതിയുമായി സാക്ഷി വരുന്നു. SIT അംഗം മഞ്ജുനാഥ ഗൌഡ പരാതി പിൻവലിക്കാൻ നിർബന്ധിച്ചുവെന്നാണ് പരാതി. ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്നും അറസ്റ്റ് ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തി. സമ്മർദ്ദം മൂലമാണ് പരാതി നൽകിയതെന്ന് സാക്ഷിയെക്കൊണ്ട് പറയിപ്പിച്ചുവെന്നും സാക്ഷിയുടെ അഭിഭാഷകൻ നൽകിയ പരാതിയിൽ പറയുന്നു. അർജുൻ കല്യാടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, ഈ അന്വേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അന്വേഷണ സംഘത്തിൽപ്പെട്ടവർ പരസ്പരം ഒറ്റിക്കൊണ്ടിരുന്നു. ചിലരാണെങ്കിൽ ലീവ് എടുത്തു പോയി, ചിലരാണെങ്കിൽ ജോലിക്ക് എത്തിയില്ല. കഷ്ടപ്പെട്ടൊരു SIT ഉണ്ടാക്കുമ്പോൾ ആ SITയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ഈ സാക്ഷിയെ ഭീഷണിപ്പെടുത്തി എന്നുള്ളത് ഗൗരവമേറിയ ഒരു വിഷയമാണ്. എന്താണ് ഇവർ പറയുന്നത്? അങ്ങനെ SITയിൽ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണോ അഭിഭാഷകർ? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ സാക്ഷിയുടെ അഭിഭാഷകരാണ് ഇത്തരമൊരു പരാതി, ഗുരുതരമായിട്ടുള്ള ആരോപണം ഉയർത്തിയിരിക്കുന്നത്. ധർമ്മസ്ഥലയിലെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു ആരോപണം തന്നെയാണ്. SITയിലെ അംഗമായിട്ടുള്ള മഞ്ജുനാഥ ഗൌഡ ഈ പറയുന്ന സാക്ഷിയെ ഭീഷണിപ്പെടുത്തി ഈ മൊഴി മാറ്റുന്നതിന് വേണ്ടിയും പരാതി പിൻവലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തി എന്നുള്ളതാണ് ഉയർന്നിരിക്കുന്ന ആരോപണം. ഇപ്പോൾ ധർമ്മസ്ഥലയിലെ ആക്ഷൻ കൗൺസിൽ അംഗമായിട്ടുള്ള ആൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ആവശ്യം? എന്താണ് ആവശ്യം എന്ന് പറഞ്ഞാൽ, മോന്തി ആരാ അതിൻ്റെ മെയിൻ ഉദ്ദേശം? അയാളുടെ കെയർ ഓഫിൽ ഇതിനകത്തുള്ള ഈ ക്രിമികളുണ്ടല്ലോ, SIT ടീമിനകത്ത് ആക്കിയേക്കുന്നത്, ആ ക്രിമികളെ എടുത്ത് കളയണം. ഇങ്ങനെയുള്ള ക്രിമികൾ കൊണ്ട് വലിയവർക്കും ഗവൺമെൻറ് എല്ലാവർക്കും നാണക്കേടായത്. ഇതെന്ന് പറഞ്ഞാൽ ഇന്നലെ എന്ന് പറഞ്ഞാൽ മീഡിയയുടെ 350 പേർക്കുള്ള മീഡിയയുടെ സ്റ്റേ വെക്കേറ്റ് ആയപ്പോഴേ ഇവർ വേറെ ഒരു റൂട്ട് കണ്ടുപിടിച്ച് എന്ന് പറഞ്ഞാൽ അതിയുള്ളവന് ഒരുത്തൻ എന്തായാലും ഇവർ കാശിന് വേണ്ടി നിൽക്കുന്നത്, കാശിന് വേണ്ടി സത്യടൊക്കെ ഇവന്മാരൊക്കെ അങ്ങനെ പോയിട്ട് ഇവനെ നിർത്തിയിട്ട് പേടിപ്പിച്ചെന്ന് പറഞ്ഞാൽ, നീ ഈ കേസിന് ബാക്കി വന്നില്ലെന്നെങ്കിൽ പിന്മാറില്ലെങ്കിൽ നിന്നെ ജയിലിൽ ഇടും, നീ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നീ വെളി വരികയില്ല. ഈ രീതിയിൽ അവനെ പേടിപ്പിക്കുന്ന ഒരു സൈഡിൽ നിന്ന് എനിക്ക് വന്ന അറിവിൻ്റെ രീതിയിലായിട്ട് ഞാനെന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് പറഞ്ഞെന്ന്, വീരേന്ദ്ര ഇടേനെ നീ അങ്ങനെ ജയിലിൽ ഇട്ടില്ലെങ്കിൽ അവനെ കൊണ്ടുപോയിട്ട് സൗജന്യനെ അവിടെ അവിടെ കൊല്ലുമെന്ന്. എന്താ ഞാൻ കൊലക്കാരനാണെന്നോ ഞാൻ ചോദിക്കാൻ പറഞ്ഞില്ലേ? രണ്ടാമെന്ന് പറഞ്ഞാൽ അവൻ കൊണ്ടുവന്ന് എവിടെ കാട്ടിക്കിടന്നാൽ അവൻ കുഴിച്ചിട്ട സ്ഥലത്തുനിന്ന് ഒരു അസ്ഥിമഞ്ജരം എടുത്തുകൊണ്ട് വന്നത് അത് ഞാൻ കൊണ്ട് കൊടുത്താന്ന് പറഞ്ഞിട്ട്. ഇന്നല്ല ഇവർ തുടങ്ങിയേക്കുന്നത്. ഇതിനെ മുമ്പ് കേരളത്തെ സമയത്ത് പോലീസ് വന്ന് എന്നെ തപ്പിക്കൊണ്ട് അത് അവിടുന്ന് മനാഫ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തെന്ന് പറഞ്ഞിട്ട് അവനെ അറസ്റ്റ് ചെയ്തിട്ട് എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പോലീസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കളി നടന്നുകൊണ്ടിരിക്കും. ഇതിലെല്ലാം സെൻറ്ററിൽ ഇപ്പോൾ ഈ പറയുന്ന SIT സംഘത്തിലെ ഈ മഞ്ജുനാഥ ഗൌഡ ഈ പറയുന്ന മൊഴി മാറ്റാൻ വേണ്ടി ഇവരെ നിർബന്ധിച്ചു, വീഡിയോ ഉൾപ്പെടെ റെക്കോർഡ് ചെയ്തു എന്നുള്ളതാണോ? റെക്കോർഡ് ചെയ്തു പറഞ്ഞത് നമ്മളെ ഇപ്പം വക്കീൽ നമ്മൾ പറഞ്ഞ് വീഡിയോ റെക്കോർഡ് ചെയ്തു. അതുകൊണ്ട് അവനെ എൻക്വയറി ചെയ്തേ പറ്റുള്ളൂ. അവൻ്റെ മൊബൈൽ എടുക്കണം. അവൻ എന്തിനു വേണ്ടിയിട്ട് വന്നിട്ട് ഒരാഴ്ച ആയില്ല ഈ ടീമിൽ വന്നിട്ട് ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് അവൻ എന്തിനു വേണ്ടി ഇന്നലെ കാലുവേനെന്ന് പറഞ്ഞ് ബാംഗ്ലൂർ പോയി അവൻ മീഡിയയ്ക്ക് കൊടുക്കാനോ? ഇന്നലെ രാത്രി ബാംഗ്ലൂർ പോയി അവൻ അന്നേരം രാത്രി കൊടുത്തിട്ട് ഇന്ന് മീഡിയയ്ക്ക് കൊടുത്തിട്ട് അത് എല്ലാം കേസ് റിട്ടേൺ ചെയ്യാനോ വേറെ എന്തോ പ്ലാൻ ഉണ്ട്. അതിന് വേണ്ടി അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആയേ പറ്റുള്ളൂ ഇത്. ഇന്നലെ രാത്രി ഈ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തതിന് ശേഷം ഈ പറയുന്ന അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥൻ ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് ഇവിടുന്ന് പോയി അവൻ എന്തിനു വേണം ഇതൊക്കെ? നമ്മളെ ആരെങ്കിലും കൊല്ലാൻ വന്നതാണോ? ന്യായമായിട്ട് ചോദിച്ചേ. അവിടെ 1000 ആൾക്കാർ ചത്ത് ശരിയാ. ഇവരെവിടെയെങ്കിലും എടുത്തില്ലെങ്കിൽ ഞങ്ങളെടുത്ത് റോട്ടിയിടും. ഞങ്ങളിത് ഇറങ്ങിയേക്കുന്ന ജീവൻ വേണം നാളെ ജീവിക്കാൻ. അതാണ് അർജുൻ കല്യാടാണ് നമുക്കൊപ്പം ചേർന്നത്. ധർമ്മസ്ഥലയിൽ നടക്കുന്ന കാര്യങ്ങളിൽ ദുരൂഹത ഏറുകയാണ്. മഞ്ജുനാഥ ഗൌഡ എന്ന പേരുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെയാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത്. ഈ തുടക്കം മുതൽ തന്നെ മാധ്യമങ്ങളെ ആ പരിസരത്തേക്ക് അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല. ഒരു ഹൈക്കോടതി ഇടപെട്ടാണ് ആ സ്റ്റേ മാറ്റിക്കിട്ടത്. അപ്പോൾ അടുത്ത വഴി പിടിച്ചു, സാക്ഷിയെ ഭീഷണിപ്പെടുത്തുക. എത്രമാത്രം പവർഫുൾ ആണല്ലേ ഈ പരിസരങ്ങളിലെ ലോബി.